Hello friends and my dear students, welcome to another lecture of Study Mechanical with Passion. In this video lecture we are going to discuss about the second part of perspective projection. Already നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. ആ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. കാരണം പാർട്ട് 1ൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക, ഒരു ബോഡി ഒരു ജോമെട്രി നമുക്ക് തരുന്നൊരു ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിക്ചർ പ്ലെയിനെയും ഗ്രൗണ്ട് പ്ലെയിനിലൊക്കെ എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് 3D ഫിഗർ വെച്ചിട്ട് തന്നെ ഞാൻ പാർട്ട് 1ൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാർട്ട് 1 കണ്ടിട്ട് കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പാർട്ട് 2 കാണുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ വരയ്ക്കുന്ന പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രോ ദി പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ പെർസ്പെക്റ്റീവ് വ്യൂ ഓഫ് എ റെക്ടാങ്കുലർ പ്രിസം 100 mm × 50 mm × 40 mm സൈസ്. അതായത് റെക്ടാങ്കുലർ പ്രിസമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട ഒരു കാര്യം, സോളിഡ് ആവട്ടെ, അങ്ങനെ ഏത് പ്രോബ്ലം ആണ്, ഇപ്പോൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ് ആവട്ടെ, പെർസ്പെക്റ്റീവ് ആവട്ടെ, ഡെവലപ്മെൻ്റ് ആവട്ടെ, ഏത് തരത്തിലുള്ള പ്രോബ്ലം ആയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പ്രിസമാണോ പിരമിഡാണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു നമ്മളെ ആൻസർ ഷീറ്റിൽ നമ്മളൊന്ന് എഴുതി വെക്കുക. കാരണം ചിലപ്പോൾ ഇത് റെക്ടാങ്കുലർ പ്രിസമാണ് തന്നിട്ടുള്ളത്, ചിലപ്പോൾ കുട്ടി വായിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിലോട്ട് വരിക ചിലപ്പോൾ റെക്ടാങ്കുലർ പിരമിഡ് എന്നായിരിക്കും. അങ്ങനെ പല ആൻസർ ഷീറ്റിലും കാണാറുള്ളതാണ്. പ്രിസം ചോദിക്കും, കുട്ടി പിരമിഡ് വരച്ചു വെക്കും, പിരമിഡ് ചോദിക്കും, കുട്ടി പ്രിസം വരച്ചു വെക്കും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് പോലും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ റെക്ടാങ്കുലർ പ്രിസത്തിന് സൈസ് തന്നിട്ടുണ്ട്. ഒരു സൈഡ് 40 mm ആണ്, ഒരു സൈഡ് 50 mm ആണ്, ഒരു സൈഡ് 100 mm ആണ്. ആൻഡ് ലൈയിങ് ഓൺ ഇറ്റ്സ് 100 mm × 50 mm റെക്ടാങ്കുലർ ഫേസ് ഓൺ ദി ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്കെ, ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നത് 100 mm × 50 mm റെക്ടാങ്കുലർ ഫേസിലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ടോപ്പ് വ്യൂ കാണുക? ഗ്രൗണ്ട് പ്ലെയിനിൽ 100 mm × 50 mm റെക്ടാങ്കുലർ ഫേസിലാണ് നമുക്ക് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണുക 100 mm × 50 mm എന്ന് പറയുന്ന റെക്ടാങ്കിൾ ആയിരിക്കും നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂവിൽ വരയ്ക്കേണ്ടത് എന്താണ്? ഈ 100 mm × 50 mm എന്ന് പറയുന്ന റെക്ടാങ്കിളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി ആ റെക്ടാങ്കിൾ നമുക്ക് പല രീതിയിൽ വരയ്ക്കാമല്ലോ, പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് വരയ്ക്കാൻ. ആൻഡ് ദ വേർട്ടിക്കൽ എഡ്ജ് ടച്ചിങ് ഓൺ ദി പിക്ചർ പ്ലെയിൻ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് 100 mm × 50 mm ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വെർട്ടിക്കൽ എഡ്ജ് ഏതായിരിക്കും? ഇവിടെ ബാക്കിയുള്ള ഈ 40 mm എന്ന് പറയുന്ന ഈ സൈസ് ആയിരിക്കും അവിടെ വെർട്ടിക്കൽ എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കൽ എഡ്ജ് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണുള്ളത്. ആൻഡ് ദ എൻഡ് ഫേസ് ഇൻക്ലൈൻഡ് അറ്റ് 45 degree വിത്ത് ദ പിക്ചർ പ്ലെയിൻ. ഓക്കെ, അതിലുള്ള എൻഡ് ഫേസ് എന്ന് പറയുന്നത് 45 degree ഇൻക്ലൈൻഡ് ടു ദ പിക്ചർ പ്ലെയിൻ ആണ്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റേഷൻ പോയിന്റ് ആണ്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് പിക്ചർ പ്ലെയിനും ഗ്രൗണ്ട് ലൈനും. ഇനി നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 100 mm × 50 mm റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ടോപ്പ് വ്യൂവിൽ നമ്മൾ കാണുക 100 mm × 50 mm റെക്ടാങ്കിൾ ആണ്. ഇനി ഈ റെക്ടാങ്കിളിൻ്റെ ഒരു വെർട്ടിക്കൽ എഡ്ജ് എന്ന് പറയുന്നത് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആക്ച്വലി ഇവിടെയുള്ള ഇത് റെക്ടാങ്കിളാണ്. ഈ റെക്ടാങ്കിളിൻ്റെ ഈ 4 കോർണറിൽ നമ്മൾ വരച്ചിട്ടുള്ള ഈ പോയിന്റ് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ 40 mm വെർട്ടിക്കൽ എഡ്ജാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? ഈ ഒരു പോയിന്റിന് നേരെ താഴെ ഒരു പോയിന്റും കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു വെർട്ടിക്കൽ എഡ്ജാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു വെർട്ടിക്കൽ എഡ്ജ് എന്താണ്? പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ആൻഡ് ദ എൻഡ് ഫേസിങ് അറ്റ് ആൻ ആംഗിൾ 45 degree. അപ്പോൾ ഈ 45 ഡിഗ്രിയിലാണ് എൻഡ് ഫേസ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ വരയ്ക്കുന്നത് ടോപ്പ് വ്യൂ. ഇനി അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 100 mm × 50 mm. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് നെയിം ചെയ്യണം എന്നുള്ളതാണ്. നെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉള്ള ഈ ഫേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ABCD നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഉള്ളത് EFGH എന്ന് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെയിം ചെയ്യുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ പാർട്ട് 1ലെ പ്രോബ്ലത്തിൽ ചെയ്ത അതേപോലെ നമ്മൾ നെയിം ചെയ്യാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ A, D എന്ന് നമ്മളിവിടെ നെയിം ചെയ്യുകയാണെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ്. ആക്ച്വലി ഇതിൻ്റെ മേലെ ഒരു പോയിന്റ് ഉണ്ടാവും, താഴെ ഒരു പോയിന്റ് ഉണ്ടാവും. ഈ മേലത്തെ പോയിന്റാണ് A എന്ന് പറയുന്നത്, ലോവർ പോയിന്റാണ് D എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പ് വ്യൂ നമ്മൾ നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടോപ്പ് വ്യൂവിനെ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി എന്തായിരിക്കും കാണുക? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 4 പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഓരോ വെർട്ടിക്കൽ എഡ്ജാണ്. 40 mm ഹൈറ്റിലുള്ള വെർട്ടിക്കൽ എഡ്ജാണ്. ഈ 40 mm ഹൈറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക്
വിസിബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയായിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ അടുത്ത ഇതിന് നെയിം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കിട്ടുക, അതിനനുസരിച്ച് വേണം നമ്മൾ നെയിം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഈ ലൈന് റെപ്രസെൻറ്റ് ചെയ്യുന്ന എയിൽ നിന്നും ഡിയിൽ നിന്നും വരുന്ന ലൈനാണ് ഇത്, ശരിയല്ലേ? അപ്പോൾ ഈ ലൈനിലുള്ളത് ഇവിടെ എ ബ്രാക്കറ്റിലാണ് നമ്മൾ ഡി റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എ മുകളിലുള്ള പോയിൻ്റാണ്, ഡി എന്ന് പറയുന്നത് താഴെയുള്ള പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് ഡി ഡാഷ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ബി ഡാഷ് സി ഡാഷ് റെപ്രസെൻറ്റ് ചെയ്യാം, ഇ ഡാഷ് എച്ച് ഡാഷ് റെപ്രസെൻറ്റ് ചെയ്യാം, അതുപോലെ എഫ് ഡാഷ് ജി ഡാഷും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ എ ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 mm ആയിരിക്കും. അത് ഞാനിവിടെ ഇപ്പം ഡയമെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്, അത് നിങ്ങൾ ഡയമെൻഷൻ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ടോപ്പ് വ്യൂ വരച്ചു, ഫ്രണ്ട് വ്യൂ വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് സ്റ്റേഷൻ പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യണം. സ്റ്റേഷൻ പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ സെൻട്രൽ പ്ലെയിൻ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റേഷൻ പോയിന്റ് ഇനി സെൻറ്റൻസ് വായിച്ചു നോക്കിയേ. ദ സ്റ്റേഷൻ പോയിന്റ് ഈസ് 120 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് 120 mm ആണ്. പിക്ചർ പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ ആണ്, ഇങ്ങോട്ടുള്ളത് ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ ആണ്. അതെങ്ങനെ വരിക എന്നുള്ളത് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി 80 mm എബവ് ദി ഗ്രൗണ്ട് ലൈൻ, അതായത് അപ്പോൾ ഇവിടെ പിക്ചർ പ്ലെയിൻ്റെ ഇൻ ഫ്രണ്ട് 120 mm എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ നമ്മൾ 120 mm എടുക്കണം. അതുപോലെ 80 mm എബവ് ദി ഗ്രൗണ്ട് ലൈൻ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലൈനിൽ നിന്ന് 80 mm അപ്വേർഡ് ഡയമെൻഷൻ നമ്മൾ എടുക്കണം. ആൻഡ് ദ സെൻട്രൽ പ്ലെയിൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി പ്രിസം. സെൻട്രൽ പ്ലെയിൻ ഏതിലൂടെ പാസ് ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് ദി പ്രിസമിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ദി പ്രിസം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. ഇതാണ് സെൻറ്റർ ഓഫ് ദി പ്രിസം, അതായത് ആക്സിസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ ആക്സിസിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും സെൻറ്റർ ഓഫ് ദി പ്രിസം എന്ന് പറയുന്നത്. ഈ സെൻറ്റർ ഓഫ് ദി പ്രിസമിലൂടെ പാസ് ചെയ്യുന്നുണ്ട് സെൻട്രൽ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ പ്ലെയിൻ നമുക്ക് ഇതേ രൂപത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ സെൻട്രൽ പ്ലെയിനിലായിരിക്കും സ്റ്റേഷൻ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക, ടോപ്പ് വ്യൂ ഉണ്ടാവുക. അപ്പോൾ പിക്ചർ പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസിലാണ് നമ്മൾ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യേണ്ടത്. അതായത് 120 mm നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ പോയിന്റ്, അതായത് ഈ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ SP. അതേപോലെ ഗ്രൗണ്ട് പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് 80 mm നമുക്ക് എന്ത് ചെയ്യാം? SP ഡാഷ് എന്ന് പറയുന്ന സ്റ്റേഷൻ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ സ്റ്റേഷൻ പോയിന്റ്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? SP എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ടോപ്പ് വ്യൂവിൻ്റെ, അതായത് നമ്മുടെ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ എല്ലാ കോർണർ പോയിന്റിലോട്ടും ഓരോ ലൈന് നമ്മൾ വരയ്ക്കണം. അതേപോലെ SP ഡാഷിൽ നിന്ന് ഫ്രണ്ട് വ്യൂവിൻ്റെ എല്ലാ കോർണർ പോയിന്റിലോട്ടും നമ്മൾ ഓരോ ലൈൻസ് വരയ്ക്കണം. ഇതേ രൂപത്തിൽ നമ്മൾ ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോപ്പ് വ്യൂവിലോട്ട് നമ്മൾ വരച്ചിട്ടുള്ള ലൈൻസ് നമ്മൾ ഗ്രീനിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈൻസ് എല്ലാം പിക്ചർ പ്ലെയിനിനെ കറസ്പോണ്ടിങ് ആയിട്ട് കട്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ നെയിം ചെയ്യണം. അതായത് AD എന്ന് പറയുന്ന ലൈനിലോട്ട് വരുന്ന ലൈൻ ഇതാണ്, അത് പിക്ചർ പ്ലെയിനെ കട്ട് ചെയ്യുന്ന ഈ പോയിന്റ്. ഓക്കെ, അത് A1 D1 ആണ്. അതേപോലെ BCയിലോട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻ ഇതാണ്, അത് ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ സെയിം പോയിന്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക, അതാണ് B1 C1. ദെൻ സിമിലർലി ഈ പോയിന്റ് ആയിരിക്കും E1 H1, അതേപോലെ ഈ പോയിന്റ് ആയിരിക്കും F1 G1. അങ്ങനെ എല്ലാ പോയിന്റും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ പോയിന്റ്സിൽ നിന്നെല്ലാം വെർട്ടിക്കലായിട്ട് നമുക്ക് ലൈൻ വരക്കണം. ഇപ്പോൾ A1 D1ൽ നിന്ന് വെർട്ടിക്കലായിട്ട് താഴോട്ട് വരച്ചിട്ടുള്ള ലൈനാണ് ഈ യെല്ലോ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ എല്ലാ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? വെർട്ടിക്കലായിട്ട് ലൈൻ വരക്കണം. അപ്പോൾ ഈ B1 C1 എന്ന് നമ്മൾ വരയ്ക്കുന്ന ലൈന് നമ്മൾ നേരത്തെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള അതേ ലൈനിൻ്റെ മേലെ കൂടെ തന്നെയാണ് വരിക, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ വരച്ചിട്ടുള്ള യെല്ലോ ലൈന്, അതായത് A1ൽ നിന്ന് വരച്ചിട്ടുള്ള യെല്ലോ ലൈന് ഈ SP ഡാഷിൽ നിന്ന് A ഡാഷിലോട്ട് വരച്ചിട്ടുള്ള ഈ ലൈനിനെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും A എന്ന് പറയുന്ന പോയിന്റ്. അതായത് A1 D1, A1 B1 C1 D1 അങ്ങനെ എല്ലാ പോയിന്റ്സും നമ്മുടെ മേലെ പിക്ചർ പ്ലെയിനിലുണ്ട്. ആ പോയിന്റിൽ നിന്ന് കറസ്പോണ്ടിങ് പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് വരയ്ക്കുന്ന ലൈനും SP ഡാഷിൽ നിന്ന് കറസ്പോണ്ടിങ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് A കിട്ടി. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ പോയിന്റ്സും നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, എല്ലാ പോയിന്റ്സും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ABCDEFGH എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് പേഴ്സ്പെക്റ്റീവ് വ്യൂ നമുക്ക് വരയ്ക്കണം. പേഴ്സ്പെക്റ്റീവ് വ്യൂ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഇവിടെ ഈ ഒരു ബേസ് എന്ന് പറയുന്നത് ABCD ആണ്, ഈ ഒരു ബേസ് എന്ന് പറയുന്നത് EFGH ആണ്. ആദ്യം അത് രണ്ടും അങ്ങോട്ട് കണക്ട് ചെയ്യുക.
അതായത് ആദ്യം ABCD കണക്ട് ചെയ്യുക, ഇങ്ങനെ കണക്ട് ചെയ്തു ഞാൻ. അടുത്ത് EFGH കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ആദ്യം കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് ലൈറ്റായിട്ട് കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ചില ലൈൻസ് ഡോട്ടഡ് ലൈൻ ആയിരിക്കും, അതെങ്ങനെ വരിക എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഡാർക്കായിട്ട് നമ്മൾ വരയ്ക്കാൻ. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, EFGHും ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് അതേപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള എഡ്ജസ് ഏതൊക്കെയായിരിക്കും, ഇവിടെ ഉള്ളത് A, ദെൻ ഇവിടെ ഉള്ളത് E. അപ്പോൾ AE ആയിരിക്കും ഈ മേലുള്ള എഡ്ജ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെയുള്ള എഡ്ജ് ഏതായിരിക്കും, DH ആയിരിക്കും അതിൻ്റെ താഴെയുള്ള എഡ്ജ്. അതേപോലെ ഇവിടെയുള്ള മേലുള്ള എഡ്ജ് BF ആയിരിക്കും മേലുള്ള ലാറ്ററൽ ആയിട്ടുള്ള എഡ്ജ്. അതേപോലെ ഇവിടെ CG ആയിരിക്കും ഇവിടെയുള്ള എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ ഈ രൂപത്തിൽ കിട്ടും. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉള്ളിലുള്ളൊരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ടഡ് ആക്കിയിട്ട് നമ്മൾ വരയ്ക്കണം. അത് ഡോട്ടഡ് ആക്കിയിട്ട് ഏതാണ് വരയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് പിന്നെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, ചിലപ്പോൾ EFGH എന്ന് പറയുന്നത് നമ്മൾ EFGH കണ്ടിന്യൂസും ABCD എന്ന് പറയുന്ന ഔട്ടറായിട്ട് ഈ ABCD നമ്മൾ ഡോട്ടഡ് ആയിട്ടും നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വ്യൂ നേരെ തിരിഞ്ഞു വരുന്ന രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് നമ്മൾ നോക്കണം. അത് നമ്മൾ നോക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SP-യിൽ നിന്നാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നത്. ഈ SP-യിൽ നിന്ന് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുമ്പോൾ ഏത് ബേസ് എഡ്ജാണ് നമ്മൾ അടുത്തുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് ABCD ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ABCD നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കണം. അതിന് ഓപ്പോസിറ്റ് വരുന്ന EFGH എന്ത് ചെയ്യണം, നമുക്ക് ഡോട്ടഡ് ആക്കി വരയ്ക്കണം. അപ്പോൾ EFGH ഡോട്ടഡ് ആക്കി വരയ്ക്കുമ്പോൾ ഒരിക്കലും ഔട്ടർ എഡ്ജ് ഡോട്ടഡ് ആക്കിയിട്ട് വരയ്ക്കാൻ പാടില്ല, ഉള്ളിലുള്ളത് മാത്രമേ ഡോട്ടഡ് ആക്കി വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലത്തിൻ്റെ കേസിൽ പറഞ്ഞത് എ ക്യൂബ് ഓഫ് 25 mm സൈഡ് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി വിത്ത് വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ് ഓൺ ദി പിക്ചർ പ്ലെയിൻ. അതിൽ ഒരു എഡ്ജ് വെർട്ടിക്കലായിട്ട് നേരെ വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുകയാണ്. ദെൻ അതിൽ വെർട്ടിക്കൽ എഡ്ജ് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെ. ആൻഡ് ദ ടോപ്പ് സ്ക്വയർ എൻഡ് ഫേസ് ടച്ചിങ് ആൻ ഓക്സിലിയറി ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്, പകരം ഈ ഒരു ക്യൂബിൻ്റെ ടോപ്പ് സ്ക്വയർ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോൾ ബേസിലൊന്നുണ്ടാവും, മേലെ ഒന്നുണ്ടാവും, സ്ക്വയർ ഉണ്ടാവും. ഈ മേലുള്ള സ്ക്വയർ ഒരു ഓക്സിലിയറി ഗ്രൗണ്ട് പ്ലെയിനിനെ ടച്ച് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രൗണ്ട് പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിനാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് എ ഹൈറ്റ് ഓഫ് 45 mm എബവ് ദി ഹൊറൈസോൺ പ്ലെയിൻ. അപ്പോൾ നമുക്കിവിടെ ഹൊറൈസോൺ പ്ലെയിൻ എന്താണെന്ന് അറിയണം. ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള സ്റ്റേഷൻ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനാണ് ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൊറൈസോൺ പ്ലെയിനും അതേപോലെ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിന് പാരലലാണ്. അപ്പോൾ ഈ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനും ഹൊറൈസോൺ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, 45 mm ആണ്. ഹൊറൈസോൺ പ്ലെയിന് താഴെ അതിൻ്റെ മേലെ 45 mm എബവ് ആയിട്ടാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ ഉള്ളത്. ഈ ഗ്രൗണ്ട് പ്ലെയിനിൻ്റെ ഈ ഗ്രൗണ്ട് പ്ലെയിനിലാണ് നമ്മൾ ക്യൂബിൻ്റെ ടോപ്പ് സ്ക്വയർ ഫേസ് ടച്ച് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി the vertical edge formed by the two adjacent square faces which are inclined at 45 degree എന്നാണ്, 45 degree to the picture plane. ഓക്കെ, അതായത് പിക്ചർ പ്ലെയിനായിട്ടുള്ള അഡ്ജസ്റ്റൻ്റ് സ്ക്വയർ ഫേസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി ആണ്. നമ്മൾ തൊട്ടുമ്പത് പ്രോബ്ലത്തിൽ ചെയ്ത അതേപോലെ. ടച്ചിങ് ദ പിക്ചർ പ്ലെയിൻ, ഡ്രോ ദി പെർസ്പെക്റ്റീവ് വ്യൂ ഓഫ് ദി ക്യൂബ് ഇഫ് ദി സ്റ്റേഷൻ പോയിന്റ് ഈസ് 70 mm in front of the picture plane and lies in the center plane which is 30 mm to the right side of the center of the cube. അപ്പോൾ സെൻറ്റർ പ്ലെയിൻ്റെ പൊസിഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഗ്രൗണ്ട് പ്ലെയിൻ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, പകരം ഒരു ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രൗണ്ട് പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസ് ആണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനും അതേപോലെ ഹൊറൈസോൺ പ്ലെയിനും. അപ്പോൾ നമ്മളിവിടെ ഈ ഫിഗർ എങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടി വരിക, ഗ്രൗണ്ട് പ്ലെയിനും നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, പകരം ഇവിടെ തന്നിട്ടുള്ള ഹൊറൈസോൺ പ്ലെയിനും വരയ്ക്കണം, ഒരു ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനും നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ ഗ്രൗണ്ട് പ്ലെയിന് നമ്മൾ ഫ്രണ്ട് വ്യൂവിലാണ് ഒരു ലൈനായിട്ട് നമ്മൾ കാണുക, അതേപോലെ ഫ്രണ്ട് വ്യൂവിലാണ്
ഹൊറൈസോൺ പ്ലെയിനും അതേപോലെ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പിക്ചർ പ്ലെയിന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇത് ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടി ഒരു ഹൊറൈസോൺ ലൈനും വരയ്ക്കണം, ഓക്സിലറി ഗ്രൗണ്ട് ലൈനും വരയ്ക്കണം. ഈ ഓക്സിലറി ഗ്രൗണ്ട് ലൈന് നമ്മൾ വരച്ചിട്ടുള്ള എന്താണ്? ഈ ഹൊറൈസോൺ ലൈനിൽ നിന്ന് 45 mm എബവ് ആയിട്ടാണ് ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ വരച്ചിട്ടുള്ളത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ക്യൂബ് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ക്യൂബ് റെസ്റ്റ് ചെയ്യുന്നത് വെർട്ടിക്കലി ആയിട്ടാണ്, അതായത് നേരെ വെർട്ടിക്കലായിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആ വെർട്ടിക്കലായിട്ട് റെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ക്യൂബ് ആകുമ്പോൾ എല്ലാ സൈഡും 25 ആണ്. അപ്പോൾ നമുക്ക് സ്ക്വയർ റെക്ടാങ്കിൾ ആണോ സ്ക്വയർ ആണോ ഏതാണ് സൈഡ് ലെങ്ത് എന്താണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. 25 mm നമുക്കൊരു സ്ക്വയർ അങ്ങോട്ട് വരച്ചാൽ മതി. അതിലെ ഒരു വെർട്ടിക്കൽ എഡ്ജ് ഇതാ. അപ്പോൾ ഇവിടെയുള്ള ഈ വെർട്ടിക്കൽ എഡ്ജ് എന്ന് പറയുന്നത് ഇത് വെർട്ടിക്കൽ എഡ്ജ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ ഈ 4 കോർണർ പോയിന്റ് ഓരോ വെർട്ടിക്കൽ എഡ്ജ് ആയിരിക്കും ഉണ്ടാവുക. ആ വെർട്ടിക്കൽ എഡ്ജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 25 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നെ തന്നിട്ടുണ്ട് അതിൻ്റെ 45 ഡിഗ്രി ഇൻക്ലിനേഷനും തന്നിട്ടുണ്ട്. ആ 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് നമ്മൾ ഈ സ്ക്വയർ ആദ്യം വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 mm സ്ക്വയർ ആണ്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കണം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ നമ്മൾ നെയിം ചെയ്യാണ്. ദെൻ അതേപോലെ അടുത്ത ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടി നമ്മൾ നേരെ പ്രൊജക്റ്റ് ചെയ്യാണ്. പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളിതാ ഇതിനെ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നതാണ് ഇവിടെയുള്ള ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കേണ്ടത്. ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ടത്. ഈ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ സ്ക്വയർ ഇതിൻ്റെ ടോപ്പ് സ്ക്വയർ ഈ ഓക്സിലറി ഗ്രൗണ്ട് ലൈനിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കണം. ഓക്കെ, അതായത് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഈ ഒരു ക്യൂബിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 25 ആയിരിക്കും ഹൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പിലുള്ള സ്ക്വയർ ആയിരിക്കും. ഈ ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ താഴെയുള്ള സ്ക്വയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വ്യത്യാസം ഉണ്ടാവും. ലെങ്ത് വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം ഈ ഫ്രണ്ട് വ്യൂ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വ്യൂ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ലെങ്ത് 25 ആയിരിക്കില്ല, 25 കൂടുതലുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിനെ നെയിം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് വ്യൂ ചെയ്യുമ്പോഴല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ A,D ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് അതിൻ്റെ അർത്ഥം A എബവ് പോയിന്റ് ആണ്, D എന്ന് പറയുന്നത് ബിലോ ഉള്ള പോയിന്റ് ആണ്. അപ്പോൾ A', B', ഈ D' നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അടുത്തത് നോക്കട്ടോ. അപ്പോൾ ഇവിടെ ഇനി അടുത്തത് ഈ Hൽ നിന്നും BCയിൽ നിന്നും വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈൻ ഒരേ ലൈനിലൂടെ വരിക. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇനി മനസ്സിലാക്കുക, ഈ B എന്ന് പറയുന്ന പോയിന്റ് മേലുള്ള പോയിന്റാണ്, ഇവിടെ E എന്ന് പറയുന്നത് മേലുള്ള പോയിന്റാണ്. പക്ഷേ ഇവിടുന്ന് നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് Bയും Eയും ഒരേ ലൈനിലല്ലേ വരിക. B വിസിബിൾ ആയിരിക്കും, E എന്ന് പറയുന്നത് ബീൻ്റെ നേരെ ബാക്കിലുണ്ടാവുക ഇൻവിസിബിൾ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ B' ബ്രാക്കറ്റിൽ E' എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ താഴെയുള്ള 2 പോയിന്റ് ആയിരിക്കും Cയും Hഉം, അത് ഒരേ ലൈനിലാണ് വരിക. അപ്പോൾ ഇവിടുന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് C വിസിബിൾ ആയിരിക്കും, H ഇൻവിസിബിൾ ആയിരിക്കും, C', H' ഈ പോയിന്റ്. ഓക്കെ, ഇനി അതേപോലെ F', G' എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ സെൻട്രൽ പ്ലെയിന് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെൻട്രൽ പ്ലെയിനിൻ്റെ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സെൻട്രൽ പ്ലെയിൻ വിച്ച് ഈസ് 30 mm ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദി സെൻറ്റർ ഓഫ് ദി ക്യൂബ്. സെൻറ്റർ ഓഫ് ദി ക്യൂബ് എവിടെ ഉണ്ടാവുക? ഇവിടെയാണ് സെൻറ്റർ ഓഫ് ദി ക്യൂബ് ഉണ്ടാവുക. അതായത് ഈ ലൈനിന് അലോങ് ആയിട്ട് തന്നെ ആയിരിക്കും ഈ വെർട്ടിക്കലായിട്ടുള്ള നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ലൈനിലായിരിക്കും എന്തുണ്ടാവുക? സെൻറ്റർ ഓഫ് ദി ക്യൂബ് ഉണ്ടാവുക. അവിടുന്ന് 30 mm ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കണം. റൈറ്റിലോട്ട് എടുത്തിട്ട് അവിടെയാണ് സെൻട്രൽ പ്ലെയിൻ നമുക്ക് ഇവിടെ ഉണ്ടാവുക. ഇനി സെൻട്രൽ പ്ലെയിനിലാണ് സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക, ടോപ്പ് വ്യൂ ഉണ്ടാവുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇഫ് ദ സ്റ്റേഷൻ പോയിന്റ് ഈ 70 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിനിൽ നിന്ന് 70 mm അപ്പോൾ പിക്ചർ പ്ലെയിനിൽ നിന്ന് 75 mm എന്നാണ് കേട്ടോ ക്വസ്റ്റ്യനിൽ. 75 mm നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിവിടെ SP എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, ഇത് 70 mm എന്നല്ല, ക്വസ്റ്റ്യനിൽ 75 mm എന്നാണ് കേട്ടോ. അത് ടൈപ്പ് ചെയ്തപ്പോൾ എററാണ്. 75 mm ആണ്. ഓക്കെ, അപ്പോൾ 75 mm നമുക്ക് സെൻട്രൽ പ്ലെയിനിലോട്ടുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സ്റ്റേഷൻ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ SP നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? SP' കണ്ടുപിടിക്കണം. പക്ഷേ SP' കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? ഇല്ല.
പക്ഷേ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട ഈ ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറയുന്നത് സ്റ്റേഷൻ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഗ്രൗണ്ട് പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിനാണ് ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ ഹൊറൈസോൺ ലൈൻ HL എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള എന്താണ്? ഈ ഹൊറൈസോൺ പ്ലെയിനിനെ ഫ്രണ്ട് വ്യൂവിൽ നമ്മളൊരു ലൈനായിട്ടാണ് കാണുക. ആ ലൈനാണ് ഈ HL റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഈ HL എന്ന് പറയുന്ന ഹൊറൈസോൺ ലൈനിലായിരിക്കും എന്തുണ്ടാവുക? സ്റ്റേഷൻ പോയിന്റ് ഉണ്ടാവുക. അപ്പം നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ഇവിടെയുള്ള ഈ പോയിന്റ് ആണ് ആക്ച്വലി സ്റ്റേഷൻ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന SP'. അപ്പം നമുക്ക് മനസ്സിലാക്കുക, നമ്മൾ ചിലപ്പോൾ ഈ പ്രോബ്ലത്തിൽ മാത്രമല്ല, ചിലപ്പോൾ വേറെ പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് വരാം? ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തരുന്നതിന്, സ്റ്റേഷൻ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് തരുന്നതിന് പകരം ഹൊറൈസോൺ പ്ലെയിനിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. കാരണം ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറയുന്നത് സ്റ്റേഷൻ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഗ്രൗണ്ട് പ്ലെയിനിന് പാരലായിട്ടുള്ള പ്ലെയിൻ ആണ്. ഓക്കെ, ഒരുപാട് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. നമ്മളത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് അങ്ങോട്ട് കലക്കി കുടിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പാർട്ട് 1 പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഓരോ സംഭവങ്ങളും, ഓരോ പ്ലെയിൻ എന്താണ്, ഓരോ ടോപ്പ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെയാണ് കാണുക, ഫ്രണ്ട് വ്യൂവിൽ എന്തൊക്കെയാണ് കാണുക എന്നുള്ളത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് SP-യും SP' നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ സെയിം പ്രൊസീജിയറാണ്. SP-യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ടോപ്പ് വ്യൂവിൻ്റെ എല്ലാ പോയിന്റിലോട്ടും, എല്ലാ കോർണർ പോയിന്റിലോട്ടും ലൈൻ വരയ്ക്കുകയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? കറസ്പോണ്ടിങ് ആയിട്ട് പിക്ചർ പ്ലെയിനിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സിനെ നമ്മൾ നെയിം ചെയ്യുന്നു. അതേപോലെ SP' നിന്ന് ഫ്രണ്ട് വ്യൂവിൻ്റെ എല്ലാ പോയിന്റിലോട്ടും ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? A1, D1, B1, C1 എല്ലാ ലൈനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇനി A1-ൽ നിന്ന് വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്ന ലൈന് SP' നിന്ന് A' വരയ്ക്കുന്ന ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എന്ത് കിട്ടും? A' എന്ന് കിട്ടും. സിമിലർ മെത്തേഡിൽ നമുക്ക് എല്ലാ പോയിന്റ്സും റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ കണക്ട് ചെയ്യുക. ഒന്ന് ABCD എന്ന് പറയുന്നത് കണക്ട് ചെയ്യാം, EFGHും നമുക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഇപ്പോൾ ഇവിടെ നമ്മളിതാ ഈ ഏതാണ് ഡോട്ടഡ് ആക്കിയിട്ട് വരയ്ക്കാന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. ഈ SP-യിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു എഡ്ജ് നമുക്ക് വിസിബിൾ ആണ്, ശരിയല്ലേ? ഈ ഒരു എഡ്ജ് നമുക്ക് വിസിബിൾ ആണ്. ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? BFGC ആയിരിക്കും, അല്ലെ? ഇവിടെ BF, അതിൻ്റെ താഴെ G, ദെൻ ബിൻ്റെ താഴെ C. അപ്പോൾ BFGC ആയിരിക്കും ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ BFGC നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടോ, ഇവിടെ BFGC നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡ്, അതായത് AEHD എന്ന് പറയുന്ന അത് നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ടഡ് ആക്കി വരയ്ക്കണം. അത് ഡോട്ടഡ് ആക്കി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഔട്ടർ എഡ്ജ് തിക്കായിട്ട് തന്നെ നമ്മൾ വരയ്ക്കണം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂ ഈ രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പെർസ്പെക്റ്റീവ് വ്യൂവിലുള്ള 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 1-ൽ നമ്മൾ എല്ലാ പ്ലെയിനും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ടോപ്പ് വ്യൂവിൽ എന്താ കാണുക, ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ എന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് നമ്മൾ ഈ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതേപോലെ സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യുന്നതും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് എല്ലാ പ്രോബ്ലത്തിനകത്തും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.